ബി.ജെ.പിയിൽ വലിയ വീറും വാശിയോടുകൂടി പിണറായി വിജയനെതിരെ കൃത്യമായി പോരാടാൻ ശ്രമിച്ച നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. എന്നാൽ പിണറായി വിജയനും ബി.ജെ.പിയുടെ ദേശീയ നേതാക്കളും തമ്മിലുള്ള അന്തർധാര സജീവമായതോടുകൂടി ശോഭാ സുരേന്ദ്രനെ മൂലക്കിരുത്തി. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ബി.ജെ.പിയിൽ വലിയ പ്രവർത്തനമൊന്നും നടത്താതെ മാറി നിൽക്കുന്നത്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തൻ്റെ പേര് പരിഗണിക്കും എന്നായിരുന്നു ആദ്യം ചർച്ചയെങ്കിൽ പോലും പല രീതിയിലും അതിനെ തകർത്തെറിയാൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ വലിയ നീക്കമാണ് നടത്തിയത്. തനിക്ക് പകരക്കാരനായി ആര്, ശോഭയൊഴിച്ച് ബാക്കി ആരായിരുന്നാലും സമ്മതം എന്ന രീതിയിലായിരുന്നു കെ സുരേന്ദ്രൻ്റെ നിലപാട്. ഒടുവിൽ അന്യസംസ്ഥാന തൊഴിലാളി എന്ന രീതിയിൽ ജനങ്ങൾ തന്നെ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പരിഹസിച്ചത് രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ചപ്പോഴാണ്. ഇദ്ദേഹം എന്താണ് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പാർലമെൻറ്റിൽ തോറ്റതിന് ശേഷം പ്രവർത്തകരോട് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരൻ എന്തിനാണ് പിന്നീട് വീണ്ടും ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് എന്ന വലിയ ചോദ്യമായി. അദ്ദേഹം കണ്ണുവച്ചിരിക്കുന്നത് നേമം നിയോജക മണ്ഡലമാണ്. പക്ഷേ അവിടത്തുകാർ കുമ്മനത്തിനെ വീണ്ടും നിർത്തണം എന്ന ആഗ്രഹമാണ്. കുമ്മനം കഴിഞ്ഞ തവണ തോറ്റതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അനുകൂലമായ സഹതാപ തരംഗമുണ്ടാകും എന്നൊക്കെ അവിടെയുള്ള പ്രാദേശിക ബി.ജെ.പി നേതാക്കൾ പറയുന്നുമുണ്ട്. എന്തു തന്നെയായിരുന്നാലും ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പി വിടാൻ ഒരുങ്ങുകയാണ്. കേന്ദ്ര നേതൃത്വം വലിയ തോതിൽ പരിഗണിക്കുന്നില്ല. സംസ്ഥാന തലത്തിലാണെങ്കിൽ വിലയുമില്ല. ആലപ്പുഴ ജില്ലയിൽ മത്സരിച്ച് എം ആരിഫിനെ പോലും പല സ്ഥലങ്ങളിലും 3-ാം സ്ഥാനത്തേക്ക് തള്ളി നീക്കി കെ.സി. വേണുഗോപാലിന് കടുത്ത മത്സരം നൽകിയ തൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താണ് എന്നുള്ളത് ശോഭയ്ക്ക് അറിഞ്ഞുപോലും കൂടാ. ശോഭയ്ക്ക് ശേഷം ബി.ജെ.പിയിലേക്ക് വന്ന പലർക്കും വലിയ സ്ഥാനമാനങ്ങൾ ബി.ജെ.പി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്തിനധികം പറയുന്നു, 8 കൊല്ലം രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന, കോൺഗ്രസിൽ നിന്നും എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച എ.കെ. ആൻ്റണിയുടെ മകൻ അനിൽ കെ. ആൻ്റണി ഇടക്കാലത്ത് ബി.ജെ.പിയിലേക്ക് ചെന്നതോടുകൂടി ബി.ജെ.പി വലിയ തോതിലാണ് പരവതാനി വിരിച്ച് അദ്ദേഹത്തിനെ സ്വീകരിച്ചത്. എന്നാൽ കൃത്യമായി ശോഭയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ വ്യക്തമാക്കുകയാണ്. അവർക്ക് അധികം നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും വളരെ വൈകാതെ തന്നെ അവർ കോൺഗ്രസുമായി സഹകരിക്കുമെന്നും അവരുടെ ഒന്നാമത്തെ ശത്രു CPIM-ഉം CPIM-ൻ്റെ രാഷ്ട്രീയ നെറുകേടുമാണെന്നും അതുകൊണ്ട് തന്നെ അവർ ഉചിതമായൊരു തീരുമാനമെടുക്കുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ശോഭയുടെ തീരുമാനം എന്തുതന്നെയായിരുന്നാലും ബി.ജെ.പി വിടുകയാണെങ്കിൽ അത് തീർച്ചയായും കേരളത്തിലെ ബി.ജെ.പിക്കുള്ളിൽ ഒരു വൻ സ്ഫോടനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. നിരവധിയായ വനിതാ നേതാക്കൾ, അവരുടെ ഒരു ആരാധക വൃന്ദമായി നിൽക്കുന്ന നിരവധി വനിതാ നേതാക്കൾ അവരോടൊപ്പം പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറും എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്.